പ്രണയമണി തൂവൽ ഭാഗം 28. താലിയോ? അവളുടെ താലി എന്തിനാ നിനക്ക്? ഗോമതി ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ ആ താലി കിട്ടിയ ആളല്ലേ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. എൻ്റെ ഭർത്താവ് കെട്ടി താലി മണിഞ്ഞ് മറ്റൊരു പെൺകുട്ടി കഴിയുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഡിവോഴ്സായാൽ എന്തായാലും അത് അഴിച്ചു വയ്ക്കേണ്ടതല്ലേ. അത് കുറച്ച് നേരത്തെ ആയാൽ എന്താ? അവൾ ചോദിച്ചു. അത് അവൻ അവളുടെ കഴുത്തിൽ കിട്ടിയതാ. അത് നീ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. താലിക്കൊരു മഹത്വമുണ്ട്, പവിത്രതയുണ്ട്. അത് തോന്നുമ്പോൾ ഇടാനും അഴിക്കാനുള്ളതല്ല. ഗോമതി പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ മഹത്വവും പവിത്രതയും ആ താലിക്കും അവരുടെ ബന്ധത്തിനുണ്ട്. കള്ളം പറഞ്ഞല്ലേ അഭിയേട്ടനെ കൊണ്ട് അവൾ ആ താലി കെട്ടിച്ചത്. മാത്രമല്ല അഭിയേട്ടൻ്റെ ഇഷ്ടത്തോടെയല്ലല്ലോ ആ താലി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ താലി കൊണ്ട് എന്തർത്ഥമാണ് ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ അത് അവളുടെ കഴുത്തിൽ കിടക്കുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ താലി അഴിക്കണം. നീലിമ പറഞ്ഞു. ഗോമതി എന്തോ പറയാൻ വന്നതും ഹരിശങ്കർ അവളെ തടഞ്ഞു. ഗോമതി, നീലിമ പറഞ്ഞതിൽ കാര്യമുണ്ട്. താലി കെട്ടി എന്നല്ലാതെ ഇതുവരെ ഇവർ ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ആ താലി അവളെ കഴുത്തിലിടുന്നത്? അത് അഴിക്കുന്നത് തന്നെയാണ് നല്ലത്, ഹരി പറഞ്ഞു. പ്രിയ കരഞ്ഞുകൊണ്ട് അഭിയെ നോക്കി. അവനാകെ ദേഷ്യവും സങ്കടവും വന്നു. യമുനെ, നീ ആ താലി അഴിച്ചു വാങ്ങ്, ഹരിശങ്കർ പറഞ്ഞു. യമുന എന്ന് ഞെട്ടി. അരിയേട്ടാ, അത് ഞാൻ... അവൾ ഭീതിയോടെ ഗിരിയെ നോക്കി. വേണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പൊട്ടിച്ചെടുത്തോളാം. അതും പറഞ്ഞ് നീലിമ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു. അവളെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. പിന്നെ പുച്ഛത്തോടെ താലി കയ്യിലെടുത്തു. പ്രിയ ഭീതിയോടെ അവളെ നോക്കി, പിന്നെ അഭിയെയും. അവൻ രോഷത്തോടെ മുഖം കുനിച്ചു നിന്ന് കൈ ചുരുട്ടി. നീലിമ അത് വലിച്ചു പൊട്ടിക്കാൻ ഒരുങ്ങിയതും നിർത്ത് എന്ന അലർച്ച കെട്ടി എല്ലാവരും നോക്കി. അഭി ദേഷ്യത്തോടെ അവരുടെ അരികിലേക്ക് വന്നു. അവൻ ഇരുവരെയും നോക്കി. ഈ താലി കെട്ടിയത് ഞാനാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ തന്നെ അഴിച്ചെടുത്തോളാം. അവൻ പറഞ്ഞതും നീലിമ സന്തോഷത്തോടെ താലിയിലെ പിടിവിട്ട് മാറി നിന്നു. അഭി അവൾക്ക് അഭിമുഖമായി നിന്നു. അവൾ ദീനതയോടെ അഭിയെ നോക്കി. അവനും സങ്കടം കടിച്ചമർത്താൻ പാടുപെടുകയായിരുന്നു. അവൻ കൈ ഉയർത്തി താലി കയ്യിലെടുത്തു. പ്രിയയുടെ നെഞ്ചിടിപ്പേറി. അവളോട് വിഷമിക്കേണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞ് അവൻ ആ താലി അഴിച്ചെടുത്തു. പ്രിയ കടിച്ചിലടക്കി. നീലിമ സന്തോഷത്തോടെ ചിരിച്ചു. മറ്റുള്ളവർക്കെല്ലാം അത് കണ്ട് ദേഷ്യവും സങ്കടവും വന്നു. അവർ രൂക്ഷമായി നീലിമയെ നോക്കി. നീലിമ അഭിക്ക് നേരെ കൈനീട്ടി. ഇത് ഞാൻ സൂക്ഷിച്ചോളാം. സമയമാകുമ്പോൾ അർഹതപ്പെട്ട ആളുടെ കഴുത്തിൽ പൂർണ്ണ മനസ്സോടെ ഞാനിത് കെട്ടിക്കൊടുത്തോളാം. അവൻ പതിയെ തലചരിച്ച് പ്രിയയെ നോക്കി പറഞ്ഞു. അത് കേട്ടതും പ്രിയ മുഖമുയർത്തി നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. പിന്നെ തിരിഞ്ഞു നടന്നു. അതോടെ അവളുടെ മനസ്സ് നിറഞ്ഞു. കണ്ണുകൾ തുടച്ച് സന്തോഷത്തോടെ അവളും മുറിയിലേക്ക് നടന്നു. മുറിയിലിരുന്ന് മെയിൽസ് ചെക്ക് ചെയ്യുകയായിരുന്നു അഭി. അപ്പോൾ നീലിമ അവിടേക്ക് വന്നു. ആ, അഭിയുടെ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. അവൾ അവൻ്റെ അരികിലിരുന്നുകൊണ്ട് ചോദിച്ചു. അവൻ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നി. എന്തിനാ നീ എന്നെ അന്വേഷിച്ചത്? അതുകൊള്ളാം, നമുക്ക് ഡ്രസ്സും മറ്റു സാധനമൊക്കെ എടുക്കാൻ പോകണ്ടേ? കല്യാണത്തിന് ഇനി അധിക ദിവസം ഇല്ലല്ലോ. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഓ, അതാണോ? അതിന് ഞാനെന്തിനാ വരുന്നത്? നീ തന്നെ പോയിട്ട് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നോക്കി വാങ്ങിച്ചോ. അത് പറ്റില്ല. എത്ര നാളായി നമ്മൾ ഒരുമിച്ച് പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അതുകൊണ്ട് പ്ലീസ് വാ അഭിയേട്ടാ. അവന് ദേഷ്യം വന്നു. എന്നാലും അവനത് പ്രകടിപ്പിച്ചില്ല. എനിക്ക് കുറച്ച് ജോലിയുണ്ട് നീലിമ. അതൊന്നും പറഞ്ഞു പറ്റില്ല. അഭിയേട്ടൻ തന്നെ വരണം. അവനെന്തോ ആലോചിച്ചു. ശരി, എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പോകാം. ഒരു ഔട്ടിങ് ആയിക്കോട്ടെ, എന്താ? അത് കേട്ടതും അവളുടെ മുഖം വരുന്നു. സത്യം? എന്നാൽ അത് മതി. അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പോൾ ദീപക് അവിടേക്ക് വന്നു. എന്താടാ, അവൾ വലിയ സന്ദേശത്തിനാണല്ലോ പോയത്. എന്താ കാര്യം? അവൾക്ക് കല്യാണ ഡ്രസ്സ് എടുക്കണം അത്രേ. അതിന് ഞാൻ കൂടെ ചെല്ലണം. അത് പറഞ്ഞ് സമ്മതിപ്പിക്കാനാ ഇപ്പോൾ വന്നത്. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. എന്നിട്ട് നീ സമ്മതിച്ചോ? സമ്മതിച്ചു. നടക്കാത്ത കല്യാണത്തിന് എന്തിനാടാ ഡ്രസ്സ് എടുത്ത് കാശ് കളയുന്നേ? അതൊക്കെ ഉണ്ട്. എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം. എന്താ? അതൊക്കെ ഉണ്ട്, പറയാം. അതും പറഞ്ഞ് അവൻ ദീപുവിൻ്റെ കാതിൽ എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖമിടന്നു. എഴുതിക്കൊള്ളാം മോനെ,
വർക്കൗട്ട് ആകുമോന്നാ? അതൊക്കെ ആവും. നീ കുറച്ച് എരിവും പുളിയും കയറ്റി പറഞ്ഞാൽ മതി. ശരി. അതും പറഞ്ഞ് ദീപക് പുറത്തേക്ക് നടന്നു. വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് വിഷമത്തോടെ ബാൽക്കണിയിൽ നിൽക്കുന്ന ദീപുവിനെ ഗീതു കണ്ടത്. ആഹാ, ദീപുവിന് എന്താ ഇവിടെ ഇരിക്കുന്നത്? അവൻ വിഷമത്തോടെ അവളെ ഒന്ന് നോക്കി, പിന്നെ മുഖം തിരിച്ചു. അവളുടെ മുഖം മാറി. എന്തു പറ്റി? എന്തോ ഒരു വിഷമം? അവൾ സംശയത്തോടെ ചോദിച്ചു. ഓ, എന്ത് പറയാനാ, അബിയുടെ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി ഒന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞതായിരുന്നു. അവനും വരാമെന്ന് സമ്മതിച്ചതാ. അപ്പോഴാണ് നീലി വന്നത്. അവൾക്ക് വിവാഹ ഡ്രസ്സ് എടുക്കാൻ പോകണം പോലും. അതിന് അവനും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അത് കേട്ടതും അവൻ കാലം മാറി. ഡ്രസ്സ് എടുക്കാൻ പോകാനോ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. ആ, നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളല്ലേ ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങളല്ലേ അവളുടെ നാത്തുമാർ. അത് കേട്ടതും അവളുടെ മുഖം വാടി. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. കല്യാണം കഴിയും മുമ്പേ അവൻ അവളുടെ ചോൽപ്പടിക്കായല്ലോ. അതെന്താ ദീപേട്ടൻ അങ്ങനെ പറഞ്ഞത്? അവൾ നെറ്റി ചുടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, നിങ്ങളൊക്കെ അറിഞ്ഞ് നാണമില്ലാതെ കൂടി ചാടി വരും. അങ്ങനെ വന്നാൽ അവർക്ക് കൂടി എടുത്തു കൊടുക്കേണ്ടി വരും. നമുക്ക് സൗകര്യമായി ഒന്ന് മിണ്ടാനോ പറയാനോ പോലും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളോടൊന്നും പറയണ്ടെന്നൊക്കെ അവൾ അവനോട് പറയുന്നത് കേട്ടിരുന്നു. അതിന് അവരെൻ്റെ പെങ്ങന്മാരല്ലേ എന്നൊക്കെ അവനും പറയുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി അവൾ പറഞ്ഞത് കേൾക്കാതെ അവൻ നിങ്ങളോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടാകും എന്നാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴേ അവനെ പരിധിയിൽ നിർത്താൻ അവൾ പഠിച്ചു. എന്നെ പോലും ഒഴിവാക്കിയത് കണ്ടില്ലേ? അവൻ നെടുവീർപ്പോടെ ഗീതുവിനെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് എല്ലാം കേട്ട് അരിശം കയറി. ഓഹോ, അങ്ങനെയാണോ? ശരിയാക്കി തരാം. അതും പറഞ്ഞ് അവൾ വേഗം തിരിഞ്ഞു നടന്നു. അങ്ങനെ പാതി സക്സസ്സായി. ഇനിയും വിചാരിച്ചതുപോലെ തന്നെ നടക്കണേ ദൈവമേ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. പോകാൻ തയ്യാറായി അഭിയും നീലിമയും താഴേക്ക് വന്നു. മോഹനും ഹരിയും രവിയും രാഗിണിയും ഗോമതിയും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങളിതെങ്ങോട്ടാ? ഹരി ചോദിച്ചു. ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. കല്യാണത്തിന് ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അഭി പറഞ്ഞു. കല്യാണ ഡ്രസ്സ് എടുക്കാനാണോ? നിങ്ങൾ രണ്ടാളും മാത്രമാണോ പോകുന്നത്? ഗോമതി ചോദിച്ചു. അല്ല മായി, ഞങ്ങളും ഉണ്ട്. ഗീതുവും നിമ്മിയും ഗോകുലും ദീപക്കും പ്രിയയും വന്നുകൊണ്ട് പറഞ്ഞു. അവരെയെല്ലാം കണ്ടതും നീലിമ ഞെട്ടലോടെ അഭിയെ നോക്കി. അവൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നു. അഭിയേട്ടാ, ഞങ്ങൾ റെഡിയാട്ടോ, ഗീതു പറഞ്ഞു. അല്ല, നിങ്ങളൊക്കെ? നീലിമ എന്തോ ചോദിക്കാൻ വന്നതും നിമ്മി ഇടയ്ക്ക് കയറി. ഞങ്ങളും വരുന്നുണ്ട്. കല്യാണ ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത് ഞങ്ങളല്ലേ, അത് നാട്ടുമാരുടെ അവകാശമാണ്. നിമ്മി നീലിമയെ ഇരുത്തിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് ദേഷ്യം വന്നു. നിരാശയോടെ കൈ ചുരുട്ടി. അഭിയും ദീപക്കും ചിരിയടക്കി പരസ്പരം നോക്കി. എന്നാ വാ പോകാം. അല്ല, എല്ലാവരും കൂടി ഒരു കാറിൽ പറ്റില്ലല്ലോ. ദീപു, നിൻ്റെ വണ്ടി എടുക്കുന്നോ? അഭി ചോദിച്ചു. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 8-9 പേർക്ക് സുഖമായിരുന്നു പോകാം. ഗൂഗിൾ പറഞ്ഞു. ഓ, ആണോ? എന്നാൽ നിന്ന് സമയം കളയണ്ട, വേഗം വിടാം. അമ്മേ, ഞങ്ങൾ ഷോപ്പിങ്ങും ഒരു ഔട്ടിങ്ങും കൂടി കഴിഞ്ഞിട്ട് രാത്രി വരൂ കേട്ടല്ലോ, ഇത് പറഞ്ഞു. എന്നാ വാ പോകാം. എല്ലാവരും പുറത്തേക്ക് നടന്നു. വണ്ടിയിൽ കയറാൻ ഒരുങ്ങിയതും ഗീതു തടഞ്ഞു. നീലിമ പിന്നിലിരുന്നോ? മെലിഞ്ഞ ആളല്ലേ. പ്രിയ ചേച്ചി മുമ്പിലിരുന്നോ? ഗീതു പറഞ്ഞു. നീലിമ ഒന്ന് വല്ലാതായി. പിന്നെ ദേഷ്യത്തോടെ പിന്നിലിരുന്നു. എല്ലാവരും വണ്ടിയിൽ കയറി. ഇനി വിട്ടോ ഗോകുലേട്ടാ, നല്ല അടിപൊളി പാട്ട് തന്നെ വേണം കേട്ടോ, നിമി പറഞ്ഞു. അതേറ്റടി. ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഗോകുൽ പറഞ്ഞു. അവൻ്റെ ഒപ്പം ദീപക്കും ഇരുന്നു. പിന്നിൽ നിമ്മിയും പ്രിയയും അഭിയും ഇരുന്നു. അതിനും പിന്നിൽ നീലിമയും ഗീതവും ഇരുന്നു. അഭിയും പ്രിയയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഗോകുൽ നല്ല അടിപൊളി പാട്ട് തന്നെ വെച്ചു. എല്ലാവരും കൈയടിച്ചു. അങ്ങനെ ആഘോഷപൂർവ്വം അവർ യാത്ര തിരിച്ചു. നീലിമ ദേഷ്യത്തോടെ ഒരു മൂലയിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്നു. ആദ്യം അവർ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയി. നീലിമ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും നിമ്മിയും ഗീതവും ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം നീലിമയ്ക്ക് ഇഷ്ടമില്ലാത്ത നിറത്തിലുള്ള ഡ്രസ്സ് അവർ സെലക്ട് ചെയ്തു. എനിക്ക് ഈ കളർ ഇഷ്ടമല്ല. അതെന്താ? ഇത് നല്ല കളറല്ലേ, നിനക്ക് നന്നായി ചേരും. അമ്പലത്തിൽ വെച്ചില്ലേ കല്യാണം, അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ഡിസൈൻസാണ് നല്ലത്. ഇത് പാക്ക് ചെയ്തോളൂ.
നീലിമയ്ക്ക് പറയാൻ അവസരം കൊടുക്കാതെ ഗീതവും നിമിയും പറഞ്ഞു. ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും ബീച്ചിലേക്ക് ചെന്നു. അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം ഭക്ഷണവും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. കല്യാണ ദിവസം അടുക്കുംതോറും പ്രിയയുടെ നെഞ്ചിടിപ്പേറി. എന്താണാവോ മനുവേട്ടൻ്റെ പ്ലാൻ? അറിയുക തന്നെ വേണം, അവൾ മനസ്സിലുറപ്പിച്ചു. ശനിയാഴ്ച രാത്രി എല്ലാവരും നേരത്തെ കിടന്നെങ്കിലും ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പ്രിയ ആകെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അബിയുടെ മെസ്സേജ് വന്നത്. എനിക്ക് കുറച്ച് സംസാരിക്കണം, ഒന്ന് കുളക്കടവിലേക്ക് വരാമോ? അത് കണ്ടതും അവൾക്കെന്തോ അല്പം ആശ്വാസം തോന്നി. അവൾ പതിയെ കതക് തുറന്ന് ആരും കാണാതെ പുറത്തേക്ക് നടന്നു. കുളത്തിലെ ചന്ദ്രബിംബവും നോക്കി കടവിലെ പടിക്കെട്ടിൽ ഇരിക്കുകയായിരുന്നു അബി. പിറകിൽ ഒരു കാൽപ്പെരുമാറ്റം കിട്ടതും അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. വാതിൽ കടന്ന് പ്രിയ അവൻ്റെ അരികിലേക്ക് വന്നു. അവൻ്റെ ഇരു കണ്ണുകളിലും അവൾ നോക്കി. മനുവേട്ട, ഇടറുന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചു. പിന്നെ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഏയ്, എന്താടി ഇത്? അവൻ അവളെ ചുറ്റിപ്പിടിച്ച് മുടിയിൽ തലോടി. മനുവേട്ട, എനിക്ക് അത് പേടിയാവുന്നു. നാളത്തെ ദിവസം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലെങ്കിൽ? നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നാളെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം നടക്കും. നീ ധൈര്യമായിട്ടിരിക്കും. പിന്നെ ഞാൻ വിളിച്ചത്... അതും പറഞ്ഞ് അവൻ തിരിഞ്ഞ് ഒരു കവർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. നാളെ ഇതും അണിഞ്ഞു വേണം നീ അമ്പലത്തിൽ വരാൻ. അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി. എന്താ ഇത്? അതൊക്കെയുണ്ട്, നീ പുറയിൽ പോയി സമാധാനത്തോടെ തുറന്ന് നോക്കിയാൽ മതി, അവൻ പറഞ്ഞു. അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയാട്ടി. അവൻ അവളുടെ കവിളിൽ പിടിച്ചു. ഒന്നും കൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും, അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കരച്ചിലടക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നാ പോയിക്ക. അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി, പിന്നെ തിരിഞ്ഞു നടന്നു. അബി ഒരു നെടിവീർപ്പോടെ അവിടെ തന്നെ നിന്നു. ഇനിയാണ് കളി, കലാശക്കളി, അവൻ മനസ്സിൽ പറഞ്ഞു. മുറിയിലെ കസേരയിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു രാമകൃഷ്ണൻ. അപ്പോൾ വാതിൽ തുറന്ന് നീലിമ അകത്തേക്ക് വന്നു. രാമകൃഷ്ണൻ കണ്ണു തുറന്ന് നോക്കി. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലച്ചാ, എങ്ങനെ ഉറങ്ങാൻ കഴിയും? നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് കിട്ടിയാലേ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. 20 വർഷമായില്ലേ നമ്മൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട്. നാളത്തോടെ നമ്മുടെ സമാധാനക്കേട് തീരും. ഇനി ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നതും അവർക്കാണ്, ഹരിശങ്കറിനും അവൻ്റെ കുടുംബത്തിനും, അവൾ പകയോട് പറഞ്ഞു. രാമകൃഷ്ണൻ അതികേട്ട് ചിരിച്ചു. അങ്ങനെ 10-15 വർഷമായി നമ്മൾ നടത്തിയ പ്ലാനിങ് നാളത്തോട് വിജയത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. അവനെയും മകനെയും ജീവൻ പണയം വെച്ച് രക്ഷിച്ചതും, അവനോട് സൗഹൃദം സ്ഥാപിച്ചതും, അഭയമായി നീ അടുത്തതും, ഇന്നീ വിവാഹം വരെ കൊണ്ടെത്തിച്ചതും എല്ലാം ഫലം കാണാൻ പോവുകയാണ്. വർഷങ്ങളായി ഹരിശങ്കറിനോട് കുടുംബത്തോടും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പക തീർക്കാൻ പോവുകയാണ് നമ്മൾ. ആദ്യം അവൻ്റെ മകളിൽ നിന്ന് തന്നെ തുടങ്ങണം, എന്നാൽ മാത്രമേ ഹരിയുടെ മനസ്സ് നോവൂ. മകൻ തകർന്നാൽ അവനും പാതി തകരും. പിന്നെ മകൾ. കാമം മൂത്ത് നടക്കുന്ന ഏതെങ്കിലും കൊടിച്ചിപ്പട്ടിക്ക് കടിച്ചു തിന്നാനിട്ട് കൊടുക്കണം അവളെ. മാനം നഷ്ടപ്പെട്ട് മകളൊരു കയർത്തുമ്പിൽ തൂങ്ങിയാടുന്നത് കാണുമ്പോൾ വളരെ കരയണം അവൻ. അതോടെ അവൻ ആകെ തകരും. അത് മതി, പിന്നെയല്ല എളുപ്പമാകും, രാമകൃഷ്ണൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് അഭിയേട്ടൻ്റെ ഓഫീസിലേക്കൊന്ന് ചെല്ലട്ടെ, അതോടെ അവൻ്റെ തകർച്ചയും തുടങ്ങും. നമ്മുടെ ലക്ഷ്യം വേഗം പൂർത്തിയാക്കണം. എന്നിട്ട് നല്ല ഒരുവിനെ കണ്ടെത്തി നിന്നെ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. എന്നാലേ ഈ അച്ഛന് സമാധാനമാകൂ, രാമകൃഷ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും, നോക്കിക്കോ, അവൾ പറഞ്ഞു. എന്നാൽ മോള് പോയി കിടന്നോ, നാളെ നേരത്തെ എഴുന്നേൽക്കണതല്ലേ. ശരി, ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് അവൾ സന്തോഷത്തോടെ മുറിയിലേക്ക് നടന്നു. അങ്ങനെ പ്രഭാതം പൊട്ടിവിടർന്നു. എല്ലാവരും കാലത്ത് എഴുന്നേറ്റുവെങ്കിലും ആർക്കും ഒരു മൂടില്ലായിരുന്നു. എല്ലാവരും കുളിച്ചൊരുങ്ങി വന്നു. പ്രിയയും കുളിച്ചു വന്നു. അഭി തന്ന കവർ അവൾ എടുത്തു നോക്കി. മനോഹരമായ ഒരു സാരി, ആഭരണങ്ങൾ. അവൾ അതിശയിച്ചു. അതെല്ലാം അണിഞ്ഞൊരുങ്ങി കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നതും അവൾ അതിശയിച്ചു പോയി. ശരിക്കും
കല്യാണപ്പെണ്ണിനെ പോലെ. സമയമായി, വേഗം അമ്പലത്തിലേക്ക് പോകാം. എവിടെ പ്രിയ? ഗോമതി ചോദിച്ചു. അപ്പോൾ ഗോവണി ഇറങ്ങി പ്രിയ താഴേക്ക് വന്നു. അവളെ കണ്ടതും എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്ന് പോയി. ചേച്ചി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നിമ്മി പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. വാ അമ്പലത്തിലേക്ക് പോകാം. എല്ലാവരും പുറത്തേക്ക് നടന്നു. പ്രിയയുടെ നെഞ്ചിടിപ്പേറി. ഈശ്വര, എന്താണാവോ അവിടെ നടക്കാൻ പോകുന്നത്? എല്ലാം നന്നായി നടക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. പ്രിയ മനമുരുകി പ്രാർത്ഥിച്ചു. തുടരും.